ഹലോ, ഞങ്ങൾ ഇന്നൊരു ചാലഞ്ചിലാണ്. അയ്യോ, ഞാൻ കൊടുത്തില്ല. ചാലഞ്ചാണ്. ഒരേ കളറിലുള്ള സാധനം മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഒരു പൈസേന്റെ താഴെ ബാക്കി ഹലോ, ഇന്ന് ഞങ്ങൾ ഹൈലൈറ്റ് മാള് പോവാണ്. അപ്പൊ മോള് പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു എമൗണ്ട് പറയും, ആ എമൗണ്ടിന്റെ താഴെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അതും ഒരേ കളറിലുള്ള സാധനങ്ങൾ മാത്രം. അങ്ങനെയൊക്കെയാണ് ഇവർ പറയണത്. എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. സംഭവം വലിയ പർച്ചേസിങ് ഒന്നുമില്ല, വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഇറങ്ങിയതാണ് ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ചാലഞ്ച് ആക്കി എടുത്ത് അവിടെ പോയിട്ട് എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഒരേ കളറിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ പറ്റുള്ളൂ. അത് ഇത്ര പൈസേൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് വലിയ പർച്ചേസിങ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തായാലും അങ്ങനെ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എന്താ ഭയങ്കര ബ്ലോക്കാണ്. വേറെ വഴി കൂടിയൊക്കെയല്ലേ നമ്മൾ പോണത്. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോണേ? മുമ്പോട്ട്. അപ്പോൾ ഇത് ഈ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ. വേറെ ബിൽഡിങ്ങിലാണ് സംഭവം ഇത്. അപ്പം ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ ബിസിനസ് ബിൽഡിങ്ങിലാണ്. ബിസിനസ് ബിൽഡിംഗ് അങ്ങനെ എന്തോ പറയും, ബിസിനസ് ക്ലാസ്സിൻ്റെ മറ്റേ അവിടെ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞത് എന്തായാലും. അതാ ഇവിടെയാണ്. ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അവിടെ ഇവിടുന്ന് മാളിലേക്ക് എങ്ങനെ പോവുക? ഇപ്പം നമ്മൾ മാളിൻ്റെ പുറത്തെത്തി. സാധാരണ നമ്മൾ വണ്ടി ഓടിച്ച് വരണം അതേ ഇതിൽ തന്നെ ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നടന്നു പോകട്ടോ. ഞാനും അങ്ങനെ വരുന്ന വഴിക്ക് കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തും കൂടെ നടന്ന് അങ്ങനെ മാളിൻ്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോണേ? നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. വെറുതെ ഇങ്ങനെ ഫ്ലോർ കയറി ഇറങ്ങിയാൽ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടേ? തീർച്ചയായും വേണം. അതാ എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റംസ്. നെയിൽ പോളിഷ് വേണം, ഒന്നെടുത്തോ. ഒന്നെടുക്കാനാണെങ്കിലും അത് ഓറഞ്ച് കളറിലുള്ളതാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്ത കളർ ഓറഞ്ചാണ്. ഗെയിം ആരംഭിക്കാട്ടോ അവിടെ. അപ്പോൾ ഓറഞ്ച് കളറിൻ്റെ ഉള്ളിലുള്ള എന്ത് വേണമെങ്കിലും വാങ്ങാം. 100 രൂപ താഴെ തരണം. അതെ, ബഡ്ജറ്റ് 100 തന്നത്. ഇതിൻ്റെ ഉള്ളിൽ അവിടെ എന്ത് കിട്ടാനാ? കളറാണ് മെയിൻ. അപ്പോൾ അത് 100 രൂപയുടെ താഴെ ഒരു ബഡ്ജറ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ വേറെ എന്ത് വാങ്ങാനാ അപ്പോൾ 100 രൂപയ്ക്ക്? അപ്പോൾ അവിടെ അതിൻ്റെ അത് മാറ്റി മറ്റേ എന്താ പറയുക ലിമിറ്റ് മുകളിലേക്ക് ആക്കി. ടീഷർട്ട് വാങ്ങി മോൾക്ക്. ഈ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് നടന്നാൽ പോരാ. ഇവിടെ എന്തേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നതിലും കഷ്ടപ്പാടാണ്. എന്ത് ബില്ലിങ് ഭയങ്കര പ്രശ്നമാണ്. അത് കാണുമ്പോൾ വിചാരിക്കുക ഒന്നും വാങ്ങാതെ ഇങ്ങനെ വെറുതെ കണ്ട് നടക്കണതാണ് നല്ലത് എന്ന്. ചിലപ്പം ഗൂഗിൾ പേ ഉണ്ടാവില്ല, കാർഡ് കൊണ്ടുപോകണം. ഇതൊക്കെയാ പ്രശ്നം. നല്ല വരിയും ഉണ്ടാവും. അങ്ങനെ ഓറഞ്ച് കളറിലുള്ള 2 ടീഷർട്ട് വാങ്ങി ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസമാണ്. പൈസ ചെലവാക്കണ്ടല്ലോ, വെറുതെ ഇങ്ങനെ കണ്ടു നടന്നാൽ മതിയല്ലോ. ബില്ലിംഗ് ഒക്കെ ഭയങ്കര തിരക്കല്ല. പൈസ ചെലവാക്കിയ എല്ലാം ചെലവാക്കിയ ബില്ലിങ്ങിന്റെ പ്രശ്നം അല്ലേ? അങ്ങനെ ഞങ്ങളിപ്പോൾ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നോക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകും, ലോറി വിളിച്ച് വന്നതാന്ന് വിചാരിക്കും. അതല്ലടോ പ്രശ്നം, പൈസ ഇല്ലേറ്റല്ല, ബില്ലിങ്ങിന്റെ പ്രശ്നമാണ്. അതാണ് ബില്ലാക്കാൻ. അതുകൊണ്ട് ഞങ്ങള് സാധനങ്ങളൊന്നും വാങ്ങാതെ വന്നത്. കാഴ്ചക്കാരായി ഇങ്ങനെ പോയി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. എന്താ വില കണ്ടോ? ഇവിടെ നോക്കിയപ്പോൾ ഓറഞ്ച് കളറിൽ എടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. അതും ചെറിയ സാധനങ്ങൾ വേണ്ട. ഈ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയിട്ട് വലിയ സാധനം ഓറഞ്ച് കളറൊക്കെ എന്ത് വാങ്ങാനാ? അങ്ങനെ ഞങ്ങൾ നമ്മളെ കളർ അങ്ങോട്ട് മാറ്റി പിടിച്ച്. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കുകയാണ് ഏത് കളർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ വീലൊക്കെ തിരിക്കുന്നുണ്ട്. ഇപ്പം വരും ഏത് കളറാണ് എന്നുള്ളത്. യെസ്, വൈറ്റ് കണ്ടപ്പോഴേ എല്ലാവർക്കും ചടച്ചിനിപ്പോൾ വൈറ്റ് കളറിൽ ഇവിടെ എന്താണുള്ള കോഴിമുട്ട വാങ്ങേണ്ടി വരും. പഞ്ചസാര വാങ്ങിക്കുക. അപ്പോൾ ഡോവൊക്കെ എടുത്ത്, പക്ഷേ ഡോവ് നമ്മൾ വാങ്ങിയില്ല, അവിടെ തന്നെ കൊണ്ടുവച്ച്. വിൽപ്പനയ്ക്കുള്ളതല്ല, കാണാൻ വേണ്ടി വെച്ചത്. ഇന്ന് അവന് ഷാമ്പു ഇനി വെള്ള കളറിൽ കാണുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുക്കും. ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളതല്ല. അങ്ങനെ അതാ ചോക്ലേറ്റിൻ്റെ അടുത്തെത്തി ഗാലക്സി. അത് വെള്ള കളറാന്ന് കണ്ടപ്പോൾ ഇതെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാക്കറ്റ് ഗാലക്സി എടുത്ത്. പിന്നെ ഓർക്ക് വേണ്ടത് ഗാലക്സി എന്നല്ല, ഓർക്ക് ഫെററോ റോച്ചറാണ് വേണ്ടത്. പക്ഷെ അത് വൈറ്റ് കളർ അല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെപ്പിച്ചതാണിത്. എന്നാലും ഗാലക്സി മതി, ഗാലക്സി എങ്കിൽ ഗാലക്സി എന്ന് പറഞ്ഞ് ഒരു ഗാലക്സി എടുത്ത്. അപ്പോൾ ഓറഞ്ച് കളറും ഉണ്ട്, ഇപ്പോൾ വൈറ്റ് കളറിലും ഉണ്ട്. ഒരു പാക്കറ്റ് ഒരു കുപ്പി സോസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ അടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് സോസൊക്കെ എടുത്തത്. നൂഡിൽസ് ഓറഞ്ച് കളർ, നമ്മൾ ആദ്യത്തെ കളറാണല്ലോ, അപ്പോൾ ഓറഞ്ച് എടുത്ത്. പിന്നെ ഈ പാസ്ത നമ്മൾ വൈറ്റിലേക്ക് വരും എന്ന് പറഞ്ഞ് പാസ്ത കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഒന്നും എടുക്കാണ്ടാവില്ല.
അങ്ങനെ ഇതാ ഇവിടെയും വരി നിൽക്കുകയാണ് ഇപ്പോൾ ബില്ലിങ്ങിൻ്റെ അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയ ഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ പർച്ചേസിങ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. അങ്ങനെ ഹൈലൈറ്റ് മാളിനോട് ടാറ്റ പറഞ്ഞ് അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് സ്ഥലവും തിരഞ്ഞ് കുറച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ അതാ കാറ് കണ്ടു കിട്ടി. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഇനി ഇമ്പളെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നേരെ വീട്ടിലേക്കാണ് പോണേ? വീട്ടിലേക്കല്ലേ പോണ്? അല്ല, പുറത്തിറങ്ങിയാലും നമുക്കൊരു ഫുഡ് മുഖ്യം താൻ ബിഗിലേ. അതിനാണല്ലോ ഇപ്പൊ സാധാരണ മാളിലേക്ക് കൊണ്ട് പോകുന്നത്, ഫുഡ് കഴിക്കുക. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇതായിരുന്നു, ഗെയിം ഒന്നല്ല മക്കളെ. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടെങ്കിൽ എന്തായാലും കഴിക്കണം. അങ്ങനെ മാളിൽ നിന്നൊന്നും ഫുഡ് കഴിക്കേണ്ട. ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 3 ആളും ഞാനും മക്കളും മന്തി വാങ്ങി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മന്തിയാ? എനിക്ക് ചപ്പാത്തി മതി. ചപ്പാത്തി ചിക്കൻ കറി. അതെ, മറ്റേത് ഭയങ്കര ഹെവി ആയിപ്പോവും. അങ്ങനെ ഞാനിവിടെ പാവം ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഹൈലൈറ്റ് മാളിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.